നമുക്കറിയാം ഇന്നലത്തെ ദിവസം കേരളം മുഴുവൻ ഉറ്റുനോക്കിയത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ തന്നെയാണ്. ഏതാണ്ട് 4 പതിറ്റാണ്ടായുള്ള ഇടതു ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് തലസ്ഥാനത്ത് BJP അധികാരത്തിൽ ഏറുന്നത്. നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം BJPയിലേക്ക് എത്തുന്നു. മാത്രമല്ല ഇനിയുള്ള ആകാംക്ഷ എന്നത് ആരായിരിക്കും BJPയുടെ കേരളത്തിലെ ആദ്യത്തെ മേയർ? തലസ്ഥാന നഗരി BJP ഭരിക്കുമ്പോൾ ആര് മേയറാകും എന്ന ചോദ്യം കൂടി അവശേഷിക്കുന്നു. അതിൻ്റെ ഉത്തരം ഈ മാസം 26-ന് ഉണ്ടാകും. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ ജനം TVയോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ 26-ാം തീയതി മാത്രമേ മേയർ സ്ഥാനാർത്ഥിയെ BJP പ്രഖ്യാപിക്കൂ എന്ന് വ്യക്തമാക്കിയിരുന്നു. MS വീണ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ്. വീണ, ഇന്നലത്തെ ദിവസം കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയത് തലസ്ഥാന നഗരിയിലേക്ക് തന്നെയാണ്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിജയം BJP നേടിയത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4 നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്നതിന് തുല്യമാണ്, പ്രത്യേകിച്ചൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ. അപ്പോൾ BJPയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണോ? കാരണം മാറാത്തത് മാറും, അതോടൊപ്പം തന്നെ അത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസിത അനന്തപുരി, അത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ BJP ജനങ്ങൾക്കിലേക്ക് ഇറങ്ങിച്ചെന്നത്. അപ്പോൾ ആ ഒരു ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൗൺസിലർമാർ തുടക്കം കുറിച്ചു. ഗൗതം, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പൊതുജനമൊക്കെ BJPയുടെ ഈ ഒരു ഭരണം ഏറ്റെടുത്തതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. 4 പതിറ്റാണ്ട് ഇടതു ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് 50 BJP കൗൺസിലർമാർ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. ചരിത്ര നിമിഷങ്ങൾക്കായിരുന്നു ഇന്നലെ തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചത്. കൃത്യമായി തന്നെ ഒരു പ്ലാൻ ഉണ്ട്, BJPക്ക് മുന്നിൽ തന്നെ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്. അതായത് അടുത്ത 5 വർഷം അനന്തപുരിക്ക് എന്താണ് വേണ്ടത്, അനന്തപുരിയുടെ ഏത് മേഖലകളിലാണ് വികസനം എത്തേണ്ടത്, അതിന്റെ കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ തന്നെ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. ഒരുപക്ഷെ മറ്റു മുന്നണികൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത വിധം പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ തേടിക്കൊണ്ടാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം അത്തരത്തിലുള്ള പ്രചാരണങ്ങളും BJP മുന്നോട്ട് വെച്ചത്. അത് ജനങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്തു. കഴിഞ്ഞുപോയ 5 വർഷക്കാലം ഇടതു ഭരിച്ചപ്പോഴും പ്രതിപക്ഷം എന്ന നിലയിൽ BJP മികച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നഗരസഭയിൽ കാഴ്ചവെച്ചെന്നുള്ളതാണ്. ഇടതുപക്ഷത്തിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും വികസന മുരടിപ്പായിട്ടുള്ള പദ്ധതികൾ, അതായത് പൊതുജനങ്ങൾക്കിടയിൽ എത്താത്ത വിഷയങ്ങളിലടക്കം കൃത്യമായിട്ട് നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. ലാപ്ടോപ്പ് അഴിമതി, അതുപോലെ തന്നെ പൊങ്കാല അഴിമതി, പല വിഷയങ്ങളിലും കൃത്യമായി ഇടപെടൽ നടത്തുകയും അന്നത്തെ ഭരണസമിതിയെ ചോദ്യമുനയിൽ നിർത്തുകയും പ്രതിസന്ധിയിലാക്കുവാനും കൃത്യമായി തന്നെ BJPക്ക് കഴിഞ്ഞിരുന്നു. അതിനാൽ തന്നെ BJP ഭരണത്തിലെത്തുമ്പോൾ സമസ്ത മേഖലയിലുള്ളവർക്കും അത് വികസനത്തിന് വഴിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതായത് അടിസ്ഥാന വർഗ്ഗക്കാരുടെ അവരുടെ വികസനം, തെരുവ് നായ ശല്യം, കുടിവെള്ള പ്രശ്നം, ഒപ്പം തന്നെ നഗരത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. ഇത്തരത്തിൽ അടിസ്ഥാന പ്രശ്നങ്ങൾക്കും ഒപ്പം തന്നെ വികസിത കേരളം എന്നതിന് തുല്യമായി വികസിത അനന്തപുരിയുടെ സമസ്ത മേഖലയിലെ വികസനം, അതുപോലെ തന്നെ ജനക്ഷേമ പദ്ധതികൾ, ഇതൊക്കെ നിരവധി പ്ലാനിങ്ങുകളാണ് ഇപ്പോൾ തന്നെ ഇതിന് മുന്നോടിയായി തന്നെ ഭരണത്തിലേറുന്നതിന് മുമ്പേ തന്നെ BJP പ്ലാനിങ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പല വാർഡുകളും എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞാൽ അറിയാം കൃത്യമായിട്ട് ആ വാർഡുകളിലെ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്. കഴിഞ്ഞ 5 വർഷത്തെ വികസനം എത്താത്തിടത്ത് അവിടെ വികസനം എത്തിക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും BJPക്ക് മുന്നിലുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ നടപ്പാക്കും എന്നുള്ളതും ഉറപ്പാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രാരംഭ ചർച്ചകളൊക്കെ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയുള്ള 5 വർഷം അത് മാറ്റത്തിൻ്റെയാകും, മാറാത്തത് മാറുമെന്നുള്ള ഉറപ്പ് പ്രാവർത്തികമാക്കുന്ന നാടുകൾക്കായിരിക്കും തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. നമുക്ക് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മേയർ ആരെന്നുള്ളതാണ്. പല പേരുകളും ചർച്ചയിൽ വരുന്നുണ്ട്, പല പേരുകളും നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം 26-ാം തീയതി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടികയും അതിനു മുമ്പേ ഉണ്ടാകും. എന്തായാലും BJP നഗരസഭയിലേക്ക് കയറുമ്പോൾ പൊതുജനങ്ങൾക്കിടയിലും ഒപ്പം തന്നെ ജനങ്ങളുമൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. അനന്തപുരിയിൽ ഇനി വികസനം എത്തുന്നുള്ള കാര്യവും ഉറപ്പാണ്. നമുക്കറിയാം ഈ അടിസ്ഥാന വർഗ്ഗമുള്ള നിരവധി പേരുണ്ട്. ചെങ്കൽച്ചൂല പോലുള്ള കോളനികളുണ്ട്. ഇവിടെയൊക്കെ വികസനം എത്താത്തൊരു സാഹചര്യം കൂടിയുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇവിടെയൊക്കെ സന്ദർശനം നടത്തുകയും ജനങ്ങളുമായി സംസാരിക്കുകയും നേരത്തെ ചെയ്തിരുന്നു. ഗൗതം, ഓക്കെ വീണ, എന്തായാലും തലസ്ഥാന നിവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് ഇത് നൽകുന്നത്. കാരണം വർഷങ്ങളായിട്ടുള്ള ഇടത് ഭരണത്തിൽ യാതൊന്നും തന്നെ തലസ്ഥാന നഗരിയിൽ ഉണ്ടായില്ല. ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ വലിയ വെള്ളക്കെട്ടുകളായി മാറുന്നു. അത്തരം സംഭവങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്തിക്കൊണ്ട് വലിയൊരു മാറ്റം BJP രാജ്യത്തിൻ്റെ പല ഭാഗത്ത് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് കേരളത്തിലും ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരു കോർപ്പറേഷൻ ഭരണം BJPയിലേക്ക് എത്തുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ചില നഗരങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള പുരോഗതി
തലസ്ഥാനത്തും ഉണ്ടാകുമെന്ന പ്രതീക്ഷ തിരുവനന്തപുരം നിവാസികൾക്കുണ്ട്. എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് BJP കടന്നുവെന്നാണ് MS വീണ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.